Good afternoon. Good afternoon, Good miss. afternoon, Good afternoon, miss. Good afternoon, miss. Food കഴിച്ചോ? ഇല്ല, നോമ്പാണ് മിസ്. നോമ്പാണല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചൊല്ലിക്കോട്ടെ മാം. പ്രയർ ചെയ്തോളൂ. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നിനക്കു വന്ദനം. Ma'am, sign in പറയട്ടെ. Good afternoon, President Ashwati ma'am, and dear friends. A warm welcome to everyone to today's Montessori section. Learning is a lifelong process, and every day gives us new knowledge and experience. Let us have a pleasant and productive section together. Thank you. Miss, thought of the day. The future depends on what we do in the present. Thought by Mahatma Gandhi. ഓക്കെ, എന്തെങ്കിലും ആക്ടിവിറ്റി നമുക്കുണ്ടായിരുന്നു ചെയ്യാനായിട്ട്? ഇല്ലല്ലേ? ഇല്ല, ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ തന്നിട്ടില്ല. ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോറിയോ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കവിത ചൊല്ലാം. എനിക്ക് നല്ലോണം ചൊല്ലാണെന്ന് അറിയില്ല, എന്നാലും. ഹലോ, കേൾക്കണില്ല? ചെയ്തോളൂ. എന്റെ വിദ്യാലയം. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർച്ചിന്നും തുങ്കമാം വാനിൻചോട്ടിയിലാണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരീവന മിന്നിതാ ചിരിക്കുന്നു, പാലൊളി ചിതറുന്നു. മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട്. ചെറു പൂന്തോപ്പിലെ പനനീരുരയ്ക്കുന്നു. മധുവിൻ മത്താൽ പാറി മുളുന്നു മധുപങ്ങൾ. മധുരമീ ജീവിതം ചെറുതാണെന്നെങ്കിലും പരതർ കഷ്ടപ്പാടു പെരുമക്കാലത്താണി. പറവൂ മഹത്വത്വം പരസേവനം കാര്യം. ആരല്ലൻ ഗുരുനാഥ, രാരല്ലൻ ഗുരുനാഥർ. പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻചോട്ടിയിലാണെന്റെ വിദ്യാലയം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ആക്ഷൻ സോങ് അല്ലെങ്കിൽ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ക്വിസ് പോലെ ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വിസ് ഒക്കെ നടത്തിയായിരുന്നില്ലേ? ഇന്ന് ഇല്ലല്ലോ. ശ്രുതി ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം?
അത്യാഗ്രഹം. ആ കറക്റ്റാ. കപ്പിത്താൻ ഇല്ലാത്ത ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ്. ശരിയാ. തണുപ്പാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന കളറ്. അറിയോ? തണുപ്പാണെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന കളറ്. ഗോൾഡ് ആണോ? അല്ല അല്ല വെള്ള. അല്ല. കളറാണേ. മഞ്ഞ. മഞ്ഞാണ്. കറക്റ്റ് ആണ്. മഞ്ഞ. ഇനി ഒന്നുകൂടി ചോദിക്കട്ടെ? സിമ്പിളാണ്. സ്വന്തം പേര് പറഞ്ഞ് കരയുന്ന ജീവി. കാക്ക. കറക്റ്റ്. കഴിഞ്ഞു മിസ്. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ വരാം. ഇന്നെടുക്കുന്ന പാഠത്തിന്റെ പേജ് നമ്പർ ഒന്ന് പറയാറോ? ടെക്സ്റ്റിൽ ആർക്കെങ്കിലും അറിയെങ്കിൽ. മോഡ്യൂൾ 1 ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? മിസ്, നിങ്ങളെ സ്ക്രീൻ ഒന്ന് പോയിന്റ് ചെയ്യും, അപ്പൊ ഒന്നും കൂടി വലുതായി കാണും നിങ്ങളെ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതിനൊരു പേരുണ്ട്, പറയാമോ? ക്ലിയർ ആയിട്ട് എന്താ ഫ്രൂട്ട് സൈക്കിൾ ആണോ? ഇതിന്റെ പേര് പിക്ചർ വീൽ കേട്ടോ. പിക്ചർ വീൽ. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. ഇതത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, കാരണം എന്റെ മോൻ ചെയ്തതാ. ഇതിന്റെ പേരാണ് നമ്പർ വീൽ. അപ്പൊ ഞാനിത് നിങ്ങളെ കാണിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇതുപോലെ തന്നെ ഉണ്ടാക്കാനാണോ? ചെയ്യാനാണോ? അതെ, നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് എടുക്കാം. അപ്പൊ ഞാനിവിടെ നമ്മുടെ ലോട്ടസ്, ബെന്യൻ ട്രീ, പിന്നെ വാട്ടർമെലൻ, സൺഫ്ലവർ, ആപ്പിൾ, റോസ്, പിന്നെ കോക്കനട്ട് ട്രീ, ഓറഞ്ച്, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോ അതിന്റെ പിക്ചർ ഓരോ കോളം തിരിച്ചിട്ട് എഴുതി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്.
കൂടാതെ അതിന്റെ പേരുകള് ഈ ഒരു ചെറിയ വീലിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത് ഞാൻ അതായത് മോൻ ചെയ്തത് ഇതൊരു കാർഡ്ബോർഡ്, നമ്മുടെ വേസ്റ്റ് ബോർഡ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വലിയ വീലും ചെറിയ വീലും ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ മീതെ ചാർട്ട് പേപ്പർ ആണ് വെട്ടി പൊട്ടിച്ചത്. ഞാൻ പറഞ്ഞു പെർഫെക്റ്റ് അല്ലാന്ന്, കാരണം ഗമ്മൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് ഇതിന്. അപ്പൊ നമുക്ക് ഇത് കാർഡ്ബോർഡ് അല്ലെങ്കിൽ വേസ്റ്റ് ബോർഡ് ഉപയോഗിച്ചിട്ട് ചിലപ്പോ ചെയ്താൽ ഇങ്ങനെ ആകും. നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്താൽ സ്പ്രെഡ് ആവില്ല. അപ്പോ നമുക്ക് ഈ വീല് കറക്റ്റ് ആയിട്ട് നല്ല ഷേപ്പിലൊക്കെ കിട്ടണമെങ്കിൽ കാർഡ്ബോർഡ് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന റൗണ്ട് ഉണ്ടല്ലോ, കണ്ടിട്ടില്ലേ നിങ്ങള്? കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അത് നമുക്ക് കടകളിൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഓക്കെ, കേക്ക് ഉണ്ടാക്കുന്ന ആ റൗണ്ട്. അപ്പോ അത് വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാകും. അത് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കറങ്ങണം, വീലാണല്ലോ, അതുകൊണ്ട് തന്നെ കറങ്ങണം. ഇവിടെ ജസ്റ്റ് ഇതിനകത്ത് അധികം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടു, എന്നിട്ട് അതില് ഈർക്കൽ വെച്ചിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്തു എന്ന് മാത്രം. ഗം വെച്ച് ഒട്ടിച്ചു, ഈർക്കലാണ് കേട്ടോ. പിന്നെ ബാക്കിൽ റബ്ബർ ബാൻഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്, ഫിറ്റ് ആയി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചില ആളുകള് സ്റ്റുഡൻസ് കുറെ പേര് ഞാൻ എല്ലാ ക്ലാസ്സിലും കാണിക്കാറുണ്ടത്, നല്ല ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് സ്റ്റുഡൻസ്. ചില കുട്ടികള് നമ്മുടെ കമ്മലിന്റെ ശങ്കീരി ഉണ്ടല്ലോ, കമ്മലുണ്ടല്ലോ, അത് ഇടുന്നത് അപ്പോഴും ഫിറ്റ് ആയിട്ടിരിക്കും. ഇനി ചിലവരാണെങ്കിൽ സ്ക്രൂ വെച്ചിട്ട് ഫിറ്റ് ചെയ്യും. രണ്ടും ആണെങ്കിലും കുഴപ്പമില്ല, ഇതൊന്ന് കറങ്ങിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനും ആ ബേർഡ് ഐഡന്റിഫൈ ചെയ്യാനുമാണ് നമ്മൾ പിക്ചർ വീൽ യൂസ് ചെയ്യുന്നത്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോ ഒരു പിക്ചർ ടച്ച് ചെയ്ത് കാണിച്ചിട്ട് അത് ഏത് വേർഡ് ആണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ വേർഡിലേക്ക് അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ആപ്പിൾ ആണ് പിക്ചർ. അപ്പൊ ഇത് നോക്കിയേ, ആപ്പിൾ എന്ന് പറയുന്നത് അതിന്റെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു. അങ്ങനെ ഓരോ പിക്ചേഴ്സും അല്ലെങ്കിൽ വേർഡ്സും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിക്ചർ വീൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള പിക്ചർ ഉപയോഗിക്കാം. വെജിറ്റബിൾസ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉപയോഗിക്കാം, ഫ്രൂട്ട്സ് എടുക്കാം. എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ പിക്ചർ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇത് പിക്ചർ വീൽ. ക്ലിയർ ആണല്ലോ? മാം ഇതിന്റെ പേരെന്തോന്നാണ് പറഞ്ഞത് മാം? പിക്ചർ വീല്, പിക്ചർ വീല്, പിക്ചർ, PICTURE, വീൽ, WHEEL, പിക്ചർ വീൽ. മിസ് ഈ പിക്ചർ വേണം തന്നെ ഉണ്ടോ, അതത് വരച്ചാ മതിയോ? ക്ലിയർ ആയോ? വരയ്ക്കുന്നവർക്ക് വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല, വരച്ചു ചെയ്യാം, പ്രശ്നമില്ല കേട്ടോ. ടൈം എടുത്ത് വരച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഇതിനകത്ത് 8 പിക്ചറാണ്, 8 എണ്ണാണുള്ളത് പിക്ചേഴ്സ് ആയിട്ട്. അതായത് വീലിന്റെ വലിപ്പം കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യാം, പിക്ചറിന്റെ എണ്ണം കൂട്ടാം. ഓക്കെ, പക്ഷെ ഇത് നോക്കുമ്പോഴും കറക്റ്റ്, അതായത് ഈ വീല് ലെറ്റേഴ്സ് എഴുതാനായിട്ട് കൊള്ളണം ഇതിനകത്ത് കേട്ടോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ വീൽ എടുക്കുമ്പോൾ അതായത് ഈ പിക്ചർ അനുസരിച്ച് വീലിന്റെ വലിപ്പം കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് രണ്ടും ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായോ? നമ്മളത് എങ്ങനെ മാം പ്രസന്റ് ചെയ്യുന്നത്? പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾ ക്ലാസ് റൂമിൽ കാണിക്കണം തന്നെ. പ്രസന്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ട് തന്നെ കാണിക്കണം. ഓക്കെ, എല്ലാ കുട്ടികളും ചെയ്യാറുണ്ട് കേട്ടോ. പറഞ്ഞ മാർക്ക് ഉണ്ടാകുമോ? എന്താണ് മാർക്ക് ഉണ്ടാകുമോ അതിന്? മാർക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് വൈവട്ടേമിൽ ഇത് ചോദിക്കും. മാർക്സ് ആയിട്ട് അങ്ങനെ ഉണ്ടാകുമോ? എന്താണ് സി മാർക്സ് ആയിട്ട് വരുമോ? നമ്മുടെ വൈവയുടെ സമയത്ത് നിങ്ങൾ ചെയ്ത വർക്കുകൾ കാണിക്കാൻ പറയും. അപ്പൊ കുട്ടികൾക്ക് ഇത് കാണിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഇത് ഉപയോഗിക്കാം. കുട്ടികളെ ഇത് കാണിക്കാം, അവരെ പഠിപ്പിക്കാം, ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് വെറുതെ ആവില്ല. അപ്പൊ ഇതെന്ത് ചെയ്യാ, ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോൾ ചെയ്യാം.
ഓക്കെ, ഇന്ന സമയം ചെയ്യണം അങ്ങനെയില്ല, നിങ്ങൾ ചെയ്തിരിക്കണം, അത്രയും പറയുന്നുള്ളൂ കേട്ടോ. ടീച്ചർ ഇത് എപ്പം കാണിക്കണം? ഓക്കെ, വൈവേന്ന് മനസ്സിലായില്ല. എന്താണ് വൈവ്? അതായത് നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് കോഴ്സ് ഒക്കെ തീരാറാവുന്ന സമയത്ത് വൈവ ഉണ്ടാവും. വൈവയുടെ സമയത്ത് ചോദിക്കും എന്തൊക്കെ ആക്ടിവിറ്റികളാണ്, എന്തൊക്കെ വർക്കുകളാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ പിക്ചർ വീലും നമ്പർ വീലൊക്കെ കാണിക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അതിനകത്ത്. സാൻഡ് പേപ്പർ ലെറ്റർ കാർഡ്, അതുപോലെ തന്നെ നമ്പർ റീഡിംഗ് കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ കുട്ടികൾ ഇതും കാണിക്കാറുണ്ട്. ചെയ്തു വെച്ച വർക്കുകൾ എന്ന് പറയുമ്പോൾ ഇതും അതിനകത്ത് ഉൾപ്പെടും കേട്ടോ. ഈ പിക്ചർ എക്സാമിന്റെ ടൈമിലാണോ കാണിക്കുക? എന്താ എക്സാമിന്റെ ടൈമിലാണോ? എക്സാമിന്റെ ടൈമിനാണോന്നോ ചെയ്യുന്നതോ? ഇത് കാണിക്കാൻ ചോദിക്കുക. ഇത് കാണിക്കണം പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ ഇത് ചെയ്യുന്നത്? പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കുക. ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എന്റെ ക്ലാസ്സിൽ കാണിച്ചാൽ മതി. നമ്പർ വീലും പിക്ചർ വീലും രണ്ടും ചെയ്യണോ? രണ്ടും ചെയ്യണം. ശരി. രണ്ടും കുട്ടികൾ ചെയ്യാറുണ്ട്. സാധാരണ ഇന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണിക്കരുത്, അങ്ങനെയാ ചെയ്യാറുള്ളത്. കുട്ടികൾ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാ. പിന്നെ നിർബന്ധം പറയുന്നില്ല ഞാൻ, നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ സമയത്ത് ചെയ്യുക. ഓക്കെ മാം, നമ്പർ വീൽ ഒന്ന് ഇവിടെ കാണിച്ചു തരുമോ? ആ നമ്പർ വീല് കാണിച്ചു. ഞാൻ നമ്പേഴ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെയോ? ഒരു മിനിറ്റ് അനിത, ഇതാണ് നമ്പർ വീല്. ഇത് നോക്കി നിങ്ങള്. ഞാനിവിടെ ജസ്റ്റ് നോക്കിയ പിക്ചേഴ്സ് വെറുതെ, അതായത് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനാണ്, അതായത് കുട്ടികളെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നതിനാണ് നമ്പർ വീല് യൂസ് ചെയ്യുന്നത്. അതായത് നമ്പർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാന്, അതിനെ കൗണ്ട് ചെയ്യാന്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇവിടെ സ്കെച്ച് പെന്നും കൊണ്ട് ജസ്റ്റ് എന്താ ചെയ്തിരിക്കുന്നത്? വരയ്ക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പല ഡിസൈനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലേ? പല ഡിസൈനിൽ. കുറച്ച് ബാക്കൊക്കെ പിടിക്കോ? ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനാ. മറ്റതും കൂടി ഒന്ന് അങ്ങനെ പിടിക്കോ? കുറച്ചും കൂടി ബാക്ക്. താങ്ക് യു മിസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാർഡ് ആക്കി വെച്ചത്, കാർഡ്ബോർഡ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട് മാം. അതായത് ഇവിടെ ഞാനിപ്പോ അതായത് നിങ്ങൾക്ക് 1 തുടങ്ങി 9 വരെയുള്ള നമ്പേഴ്സോ അല്ലെങ്കിൽ 1 തുടങ്ങി 10 വരെയുള്ള നമ്പേഴ്സോ എന്ത് ചെയ്യാം? പിക്ചർ നമ്പർ വീലിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ 1 എന്ന് പറയുന്ന നമ്പറിന്റെ നേരെ ട്രയാങ്കിൾ ആണ് വന്നിട്ടുള്ളത്, കണ്ടോ? അപ്പൊ ഈ വീല് തിരിച്ചിട്ട് അതിന്റെ നേരെയാക്കും. അങ്ങനെ കുട്ടി കൗണ്ട് ചെയ്യാനായിട്ട് പഠിക്കും. 2, 3, 4, 5, 6 അങ്ങനെ ആ ഒരു നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനും നമ്പർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുമാണ് നമ്പർ വീല് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സർക്കിൾ കൊടുത്തിട്ടുണ്ട്, ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മഴത്തുള്ളിയുടെ ഷേപ്പിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഓവൽ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർ, മാംഗോ, പിന്നെ റെക്ടാങ്കിള്, സർക്കിള്, ട്രയാങ്കിള്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് വരച്ചിരിക്കുന്നതാണ്, ഡ്രോ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഭംഗിയൊക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഷോപ്പിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. സ്റ്റാർസ് മേടിക്കാം, ബീഡ്സ് മേടിക്കാം. ചില കുട്ടികള് മഞ്ചാടിക്കുരുവില് ചെയ്യാറുണ്ട്. ചിലവര് നമ്മുടെ പിസ്തയുടെ തൊണ്ടുണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യാറുണ്ട്, കളർഫുൾ ആയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കുറെ ഐഡിയാസിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റുഡൻസ് നമ്പർ വീല് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഇതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ക്രിയേറ്റിവിറ്റിയാ. നമ്മൾ ഇന്നതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരാൾ ചെയ്ത പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചെയ്യുന്നത്, വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി ഡിഫറെന്റ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അതുപോലെ ചെയ്യാം. ഓക്കെ, അത് കാണുമ്പോൾ നമ്പർ വീൽ എന്ന് തോന്നണം, പിക്ചർ വീൽ എന്ന് തോന്നണം, അത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായാലോ? ഫിറ്റ് ചെയ്യുന്ന രീതികൾ ഞാൻ പറഞ്ഞു. ഒന്നില്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ഉപയോഗിക്കാം.
സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്യാം. ഹസ്ബൻഡിന്റെ ഒക്കെ സഹായം ചോദിക്കാൻ നിങ്ങൾക്ക്, അവര് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ കമ്മൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം, കമ്മലിന്റെ ശങ്കീരയൊക്കെ ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇത് ജസ്റ്റ് ഈർക്കല് മാത്രമാണ് കേട്ടോ, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത്. അപ്പൊ അങ്ങനെയാ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്പർ വീൽ. മാം രണ്ടെണ്ണം വേണോ? നമ്പർ വീലും പിക്ചർ വീലും ചെയ്യണോ? രണ്ടും വേണം. യെസ്, രണ്ടും ചെയ്യണം. നമ്പർ വീലും ചെയ്യണം, പിക്ചർ വീലും ചെയ്യണം കേട്ടോ. അപ്പൊ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് ചെയ്യുക. മാം ഒന്ന് പറഞ്ഞോട്ടെ. ഹലോ, എനിക്ക് ഒരാഴ്ചയില് ചെയ്യാൻ പറ്റൂല കേട്ടോ. എനിക്ക് ആക്സിഡന്റ് ആയിട്ട് ചെറിയൊരു പ്രശ്നമായിട്ട് കിടക്കുകയാണ്. ഓക്കെ മതി. നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പൊ ചെയ്താൽ മതി. ഫ്രീ ടൈം കിട്ടുന്നത് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ. അപ്പൊ രണ്ടിനെയും കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? സാധാരണ ഞാൻ 2ാമത്തെ ക്ലാസ്സിലാണ് കാണിക്കുന്നത്. പക്ഷെ ഇത് മറന്നുപോയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കാണിക്കാനായിട്ട്. തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ക്ലൈമറ്റ് വെൽനെസ് വരെ എടുത്തായിരുന്നു അല്ലേ? ക്ലൈമറ്റ് വെൽനെസ് അല്ലേ പറഞ്ഞത്? ക്ലൈമറ്റ് വെൽനെസ് പറഞ്ഞില്ലേ? പറഞ്ഞു. The next one, contents of physical fitness കേട്ടോ. അതല്ലേ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്? അതെ. ഓക്കെ, അതൊന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ നിങ്ങള്. എല്ലാ പോയിന്റും വായിച്ചോളൂ. കോർഡിനേഷൻ വരെ റീഡ് ചെയ്തോളൂ. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. തഹ്സീബ ഒന്ന് റീഡ് ചെയ്തേ. തഹ്സീബ.
Contents of physical fitness. Strength, a health-related component of physical fitness that related to the capacity of muscle to exert force. Endurance, a health-related component of physical fitness that related to the muscle's ability to continue to perform without weakness. Flexibility, a health-related content of physical strength that related to the range of motion available at a job. Speed, a skill-related component of physical strength that related to the capacity to perform a movement within a short period of time. Agility, a skill-related component of physical fitness that related to the rapidly changing the position of entire body in space with speed and efficiency. Coordination, a skill-related component of physical fitness that related to the capacity to use the sense such as sight and hearing together with body parts in performing motor tasks evenly and accurately. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്നായിട്ട്. ഞാൻ തന്നെയാണോ ചെയ്യേണ്ടത്? ഞാനാണോ പറയേണ്ടത്? അതെ അതെ. ഫസ്റ്റ് സ്ട്രെങ്ത്, strength means health-related component of physical fitness that related to capacity of muscle to exert force. Force exert ചെയ്യാനുള്ള മസിൽസിന്റെ കപ്പാസിറ്റി. അത്ര മതിയോ? നെക്സ്റ്റ് എൻഡ്യൂറൻസ് ആണ് പറയുന്നത്. വീക്ക്നെസ് ഇല്ലാതെ പെർഫോം ചെയ്യാൻ, കണ്ടിന്യൂ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള മസിൽസിന്റെ എബിലിറ്റി. നെക്സ്റ്റ് സ്പീഡ്, അത് സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ് ആണ്. റിലേറ്റഡ് ടു കപ്പാസിറ്റി ടു പെർഫോം എ മൂവ്മെന്റ് വിത്തിൻ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ മൂവ്മെന്റ് പെർഫോം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. നെക്സ്റ്റ് എജിലിറ്റി, അത് സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അത് റിലേറ്റഡ് ടു റാപ്പിഡ്ലി ചേഞ്ചിങ് ബോഡി പൊസിഷൻ ഓഫ് എൻ്റർ ബോഡി ഇൻ സ്പേസ് വിത്ത് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. സ്പീഡും എഫിഷ്യൻസി അനുസരിച്ചിട്ട് എൻ്റർ ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് കോർഡിനേഷൻ ആണ് പറയുന്നത്. അത് സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ് ആണ്. അത് റിലേറ്റഡ് ടു കപ്പാസിറ്റി ടു യൂസ് സെൻസ് സച്ചസ്, നമ്മുടെ സെൻസ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതായത് സൈറ്റ് ടു ഹിയറിംഗ് ടുഗെദർ പെർഫോമിംഗ് മോട്ടോർ ടാസ്ക് ഇവന്റ്ലി ആൻഡ് ആക്യുറേറ്റ്ലി. ഓക്കെ. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ? എല്ലാവർക്കും സ്ട്രെങ്ത് ഉണ്ടോ? ശക്തി. ശക്തി. ആ, ശക്തിയാണ് അല്ലേ? എല്ലാവർക്കും ഉണ്ടോ? ശക്തി കുറവാണോ? ശക്തി എത്ര പേർക്ക് കുറവുള്ളത്? സ്ട്രെങ്ത് എത്ര പേർക്ക് കുറവ് അല്ലെങ്കിൽ കൂടുതൽ? നിങ്ങൾക്ക് തന്നെ തോന്നാറില്ലേ? പല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. എപ്പോഴാണ് എക്സ്പീരിയൻസ് വരുന്നേ? നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെന്ന് എപ്പോഴാണ് ബോധ്യപ്പെടുന്നേ? ഓരോ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ, ഫിസിക്കലി നമ്മൾ ചെയ്യാൻ ഓരോ പറ്റും. കാര്യങ്ങൾ അല്ലെ, ഫിസിക്കൽ ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് അല്ലെ. അല്ലെ, ഫിസിക്കലി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയുന്നത് അല്ലെ. ഫിസിക്കൽ സ്ട്രെങ്ത്തും ഉണ്ട്, നമുക്ക് മെന്റൽ സ്ട്രെങ്ത്തും ഉണ്ട്. ഇതിനകത്ത് പറയുന്നത് ഫിസിക്കൽ സ്ട്രെങ്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താ? Health related component of physical fitness that relates to the capacity of the muscle to exert force. അതായത് മസിൽസ് ഉപയോഗിച്ച് ശക്തിയായി പ്രവർത്തിക്കാനുള്ള കഴിവിനെ സ്ട്രെങ്ത് എന്ന് പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മുടെ മസിൽസ് ഉപയോഗിച്ച് ശക്തിയായി പ്രവർത്തിക്കാനായിട്ട് നമ്മൾക്ക് കഴിവുണ്ടോ, അതിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ മസിൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ശക്തിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ?
നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പല ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലെ? സ്ട്രെങ്ത് ഉണ്ടായിട്ടല്ലേ ചെയ്യുന്നേ? ആണോ? യെസ്, സ്ട്രെങ്ത് ഉണ്ട്, എല്ലാവർക്കും സ്ട്രെങ്ത് ഉണ്ട് അല്ലെ? ചിലരിൽ ഇത് വേരി ചെയ്തിട്ടുണ്ടാവും, അതായത് ചിലർക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവുണ്ടാവും. അത് അവരുടെ ശാരീരികമായിട്ടുള്ള ഘടന, അതുപോലെ തന്നെ ജനറ്റിക്കലായിട്ട് കിട്ടുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത്, അവരുടെ ആരോഗ്യം അങ്ങനെ ഇരിക്കുന്ന, അവരുടെ അവർ കഴിക്കുന്ന ഫുഡിന്റെ ഒക്കെ കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്ട്രെങ്ത് വരുന്നത്. എല്ലാ ആളുകൾക്കും ഒരുപോലെ ആയിരിക്കില്ല സ്ട്രെങ്ത്, എല്ലാവർക്കും ഉണ്ട്, പക്ഷെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മസിൽസ് യൂസ് ചെയ്ത് നമുക്ക് സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ശക്തിയായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിവുണ്ടോ, അതിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വളരെ വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ ഭാരമുള്ള ഒരു വസ്തു നമ്മൾ ഉയർത്തുവാണ്, നമ്മൾക്കത് ഉയർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഭാരമുള്ള വസ്തു ഉയർത്തിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഉയർത്തിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും, അതായത് ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ചിലവരിൽ കൂടിയും മറ്റു ചിലവരിൽ കുറഞ്ഞും ഇരിക്കാം. അത് ഓരോ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചിലർക്ക് എനർജി ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ? അങ്ങനെയുള്ള ആളുകളിലൊക്കെ സ്ട്രെങ്ത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലെ? ചിലപ്പോൾ നമ്മളിങ്ങനെ അതിശയിച്ചു പോകും. ചില ആളുകൾ സ്കെൽട്ടൺ ആയിട്ടായിരിക്കും ഇരിക്കുക, വളരെ മെലിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ അവര് മെലിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്ട്രെങ്ത് ഇല്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? അവർക്കായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് അല്ലേ? ഇല്ലേ? അവർക്കായിരിക്കില്ലേ? യെസ്. അപ്പൊ അതിനകത്ത് കുറെ അധികം വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായോ സ്ട്രെങ്ത് എന്താണെന്ന്? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തതിലോട്ട് പോകാം. എൻഡ്യൂറൻസ്, a health-related component of physical fitness that relates to the muscle's ability to continue to perform without weakness. Endurance എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ മലയാളം മീനിങ് വരുന്നത് സഹിഷ്ണുത എന്നാണ്. ഓക്കെ, അതായത് എന്താ പറയാ, സഹിക്കാനുള്ള ശക്തി എന്നൊക്കെ പറയും നമുക്ക്. അതായത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, അതായത് വീക്ക്നെസ് ഇല്ലാതെ, അതായത് തളരാതെ കുറെ സമയം അല്ലെങ്കിൽ നീണ്ട സമയം പ്രവർത്തിക്കാനുള്ള കഴിവിനെയാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ഇത് കുറച്ചു നേരമല്ല, കുറച്ച് എന്താ പറയാ, കുറെ അധികം സമയം ഇത് നീണ്ടു നിൽക്കും. ഓക്കെ, അപ്പൊ തളരാതെ, നമ്മൾ വീക്കാകാതെ നീണ്ട സമയത്തേക്ക് പ്രവർത്തിക്കാനുള്ള കഴിവിനെ എൻഡ്യൂറൻസ് അഥവാ സഹിഷ്ണുത എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദീർഘദൂരത്തിലുള്ള ഓട്ടം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓട്ടക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ? മത്സരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? മത്സരങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? ഓടുന്ന ആളുകളുണ്ട് അല്ലെ? അവരെന്ത് ചെയ്യും? കുറെ സമയം ഓടും അല്ലെ? കുറെ സമയം ഓടിയിട്ടാണ് ഒരാൾ അതിനകത്ത് വിൻ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവർക്ക് എന്താണ്? എൻഡ്യൂറൻസ് ഉണ്ട്. അതായത് അവർക്ക് തളരാതെ നീണ്ട സമയം പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അതും എന്താണ്? ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഭാരമുള്ള വസ്തു നമുക്ക് ഉയർത്താനായിട്ട് കഴിവുണ്ടെങ്കിൽ അത് സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രെങ്ത് ആണെന്നാണ് പറയാൻ പറ്റുന്നത് അല്ലെ? എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാല് ദീർഘദൂരത്തിൽ നിങ്ങൾക്ക് ഓടാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻഡ്യൂറൻസ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഉണ്ടോ? ദീർഘദൂരം ഓടാനായിട്ട് സാധിക്കുമോ? ഇല്ല മാം, തളർന്നു പോകും. തളർന്നു പോകും അല്ലെ? അത് ചില ആളുകളിൽ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ, എല്ലാവർക്കും ഇല്ല. പർട്ടിക്കുലർ ആയിട്ട് ചില വ്യക്തിക്ക് ഉണ്ടാവും, പക്ഷെ നമ്മളത് ബൂസ്റ്റപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മളത് ശീലമില്ലാഞ്ഞിട്ടാണ് നമ്മൾ തളർന്നു പോകുന്നത് അല്ലെ? നമ്മൾ ഡെയിലി കുറച്ചു നേരം ഓടിക്കഴിഞ്ഞാല് നമ്മളുടെ ലൈഫിന്റെ തന്നെ ഭാഗമായിട്ട് അത് വരും. നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റഡ് ആവും അല്ലെ? ഓക്കെ, അപ്പൊ നമ്മളത് ആ ഒരു ശീലം ഉണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ ഈ അത്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരറിയാം, ഡെയിലി അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ? അവർ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഡെയിലി ഓടുന്നുണ്ട്, ഇത്ര കിലോമീറ്റർ ഒക്കെ ഓടും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? അവർക്ക് ആ ഒരു പ്രാക്ടീസിലൂടെ അവർക്ക് ആ ഒരു കഴിവ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് വന്നാലും തളരില്ല എന്നാ പറയുന്നത്. പിന്നെ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അവർ കഴിക്കും കേട്ടോ, ഇല്ലേ? സ്പോർട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്കറിയാം. ഇപ്പൊ ക്രിക്കറ്റ് ടീമിലുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ?
നല്ല നല്ല ഭക്ഷണങ്ങൾ, ക്വാളിറ്റി ഉള്ള ഭക്ഷണങ്ങളൊക്കെയാണ് അവർ കഴിക്കുക. അപ്പൊ അതിനനുസരിച്ച് ഭക്ഷണത്തിലൊക്കെ വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് എൻഡ്യൂറൻസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഫ്ലെക്സിബിലിറ്റി. The health related content of physical strength that relates to the range of motion available at a job. എന്താണ് ഫ്ലെക്സിബിലിറ്റി? നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ? നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ എന്ന്? എന്താണ് ഫ്ലെക്സിബിലിറ്റി? ശരീരത്തിന്റെ വഴക്കമാണ്. വഴക്കമുണ്ട് ശരീരത്തിന്. കുനിയുമ്പോൾ നടുവേദന എടുക്കാറുണ്ടോ? പുറം വേദന എടുക്കാറുണ്ടോ? അപ്പൊ ഫ്ലെക്സിബിൾ ആണോ? അല്ല. അല്ല. ഈ യോഗ ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? അവര് ഫ്ലെക്സിബിൾ ആണോ? ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആണ് അല്ലെ? അതായത് നമ്മുടെ ശരീരഭാഗങ്ങള് എളുപ്പത്തിൽ വളയ്ക്കാനും നീട്ടാനുമുള്ള കഴിവിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ശരീരഭാഗങ്ങൾ, നമ്മുടെ ബോഡി പാർട്സ് എന്ത് ചെയ്യുന്നു? നമുക്ക് തന്നെ എളുപ്പത്തിൽ വളയ്ക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ എളുപ്പത്തിൽ നീട്ടാനായിട്ട് സാധിക്കുന്നു. ഇതിനെ ഫ്ലെക്സിബിലിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് മുന്നോട്ട് കുനിഞ്ഞു കുറച്ചു നേരം നിൽക്കാനായിട്ട് സാധിക്കുമോ? ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും? വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ കുനിയുന്നത് അല്ലേ? നമുക്ക് കുനിയാനൊന്നും അധികം ഇഷ്ടമല്ല. എന്തെങ്കിലും സാധനം നിലത്ത് വീണ് കഴിഞ്ഞാല് വളരെ പ്രയാസപ്പെട്ടാണോ അത് എടുക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ കുനിയുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ ബോഡിക്ക് ഒരു വിധത്തിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളിവിടെ നിവർന്നിരിക്കുക ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ആയാസകരമായിട്ടുള്ള കാര്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. ഇല്ല. അതുകൊണ്ടാണ് യോഗ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. യോഗ നല്ലതാ. യോഗ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് രണ്ടുപേരും. പിന്നെ അനക്കില്ല. ഉണ്ടോ? കേറിയിട്ടുണ്ടോന്നവര്? പഠിച്ചു വരുന്നതേ ഉള്ളു. പഠിച്ചു വരുന്നതേ ഉള്ളു. അപ്പൊ ഫ്ലെക്സിബിൾ ആവും കേട്ടോ. ഫ്ലെക്സിബിൾ ആയിട്ട് കാണിക്കാനിരിക്കുകയാണ് അല്ലേ? ആ ഫ്ലെക്സിബിൾ ഭയങ്കര പാടാ, കഷ്ടപ്പെട്ടിരിക്കുക. നല്ലതാണ് കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാ, ബെസ്റ്റാ. നമുക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്യും. നമുക്കൊരു ഫീലിംഗ് കിട്ടും. നല്ലൊരു എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞാൽ. ചെയ്യുമ്പോഴുള്ള പ്രയാസം ആദ്യത്തെ ദിവസത്തെ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ശീലമാകുമ്പോൾ ഓക്കെ ആയുള്ളൂ കേട്ടോ. ഓക്കെ, ചില ആളുകളുണ്ട് യോഗ പഠിപ്പിക്കുന്ന ചില അധ്യാപകരുണ്ടല്ലേ, ടീച്ചേഴ്സ് ഉണ്ടല്ലേ, അവരുടെയൊക്കെ ശരീരം പോകുന്നത് കാണണം. നമ്മൾ ഓർക്കും അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അവരെ പോലെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. പക്ഷെ കുറെ അധികം പ്രാക്ടീസിലൂടെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡി പാർട്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങൾ എളുപ്പത്തിൽ വളയ്ക്കാനും നീട്ടാനും ഉള്ള കഴിവിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങളും ഒക്കെയാണോ? സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി. നമുക്ക് അടുത്തത് നോക്കാം, സ്പീഡ്. A skill related component of physical strength that relates to the capacity to perform a movement within a short period of time. ഇതൊരു സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കഴിവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സ്പീഡ്. എല്ലാ ആളുകൾക്കും സ്പീഡ് ഉണ്ടോ? ഇല്ല. അതൊരു കഴിവിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് അല്ലെ? ചിലർക്ക് ജന്മനാ അത് കിട്ടും. ബൈ ബർത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ചിലർ സ്പീഡിൽ നടക്കുന്ന ആളുകളുണ്ട് അല്ലെ? ഭയങ്കര സ്പീഡായിരിക്കും നടക്കുന്ന സമയത്തും ഓടുന്ന സമയത്തൊക്കെ ഭയങ്കര സ്പീഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലവര് വളരെ പതുക്കെയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു ജോലി നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു മൂവ്മെന്റ് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. ഷോർട്ട് പീരീഡിനുള്ളിൽ നമ്മൾക്ക് ഒരു കാര്യം ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അത് നടക്കുന്നതാവാം, ഓടുന്നതാവാം, നമ്മൾ ചെയ്യുന്ന മറ്റ് ആക്ടിവിറ്റീസ് ആവാം അല്ലെ? ചില ആളുകൾ പെട്ടെന്ന് ഷടപടിയെന്ന് ചെയ്യും എല്ലാ കാര്യങ്ങളും. ഈ ഹോട്ടലിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ കാണാറില്ല യൂട്യൂബിലെ വീഡിയോസിലൊക്കെ, പെട്ടെന്ന് ചെയ്യുന്നത്, പോനിയനൊക്കെ എരിയുന്നത്, അതുപോലെ തന്നെ കുക്കിംഗ് ചെയ്യുന്നത്, പെട്ടെന്ന് ഷടപടയെന്നായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ?
എനിക്ക് ഞാൻ ഈ അടുത്ത് കണ്ടാണ് മറ്റേ നമ്മുടെ ദോശ കഴിക്കുന്നത്. ദോശ ചുട്ടിട്ട് ഇങ്ങനെ എറിയുവാണ്, എന്നിട്ട് അടുത്ത ദോശ ചുടും. എറിഞ്ഞിട്ട് അവിടെ വെക്കുവാണ്, പ്ലേറ്റിൽ ഇടുവാണ്. കറക്റ്റ് ആയിട്ട് എടുത്തൊന്നുമല്ല വെക്കുന്നത്, എറിയുന്നു. അതൊക്കെ എന്താണ്, സ്കില്ലിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ടോ? ദാറ്റ് ഈസ് സ്പീഡ്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ എജിലിറ്റി ആണ് കേട്ടോ. എജിലിറ്റി എന്താണ്? എജിലിറ്റി എന്ന് നമുക്ക് നോക്കാം. എ സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ദാറ്റ് റിലേറ്റ്സ് ടു ദ റാപ്പിഡ്ലി ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ദ എൻറ്റയർ ബോഡി ഇൻ സ്പേസ് വിത്ത് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. അതായത് എജിലിറ്റി എന്ന് പറയുന്നത് വളരെ സ്പീഡായിട്ടും വളരെ കൺട്രോളിലും സ്ഥാനം മാറ്റാനുള്ള കഴിവ്, നമ്മുടെ ശരീരത്തിന്റെ സ്ഥാനം മാറ്റാനുള്ള കഴിവിനെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. വളരെ സ്പീഡായിട്ടും അതും വളരെ കൺട്രോളോട് കൂടി, അതായത് നിയന്ത്രണത്തോടു കൂടി നമ്മുടെ ബോഡിയുടെ പൊസിഷൻ മാറ്റാനുള്ള അല്ലെങ്കിൽ സ്ഥാനം മാറ്റാനുള്ള കഴിവിനെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ആളുകള് അവരുടെ ഡയറക്ഷൻ മാറ്റി ഓടുന്നത്. ബോൾ എങ്ങോട്ടാണോ വരുന്നത് അതിനനുസരിച്ചിട്ടല്ലേ അവരുടെ ബോഡിയുടെ ഡയറക്ഷൻ അവർ മാറ്റുന്നേ, ആണോ? യെസ്, ഫുട്ബോൾ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ബാഡ്മിന്റൺ അല്ലെ, കുറെ കളികളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടത് അല്ലെ. അപ്പൊ എന്താണ്, അവരുടെ ലക്ഷ്യം എങ്ങോട്ടാണോ അതിനനുസരിച്ച് അവരുടെ ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എജിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വളരെ സ്പീഡായിട്ടും വളരെ കൺട്രോളോട് കൂടിയിട്ടും അല്ലെ, സ്പീഡായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫുട്ബോൾ കളിയിൽ നമുക്കറിയാം അല്ലെ, സ്പീഡ് വേണം, അതുപോലെ തന്നെ കൺട്രോൾ വേണം അല്ലെ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചലിപ്പിക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മുടെ ബോഡിയുടെ പൊസിഷൻ മാറ്റാനുള്ള കഴിവാണ് എജിലിറ്റി. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് കോർഡിനേഷൻ ആണ്. എ സ്കിൽ റിലേറ്റഡ് കമ്പോണന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ദാറ്റ് റിലേറ്റ്സ് ടു ദ കപ്പാസിറ്റി ടു യൂസ് ദ സെൻസ് such as sight and hearing together with body parts in performing motor tasks evenly and accurately. ഈ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ കോർഡിനേഷൻ എന്താണെന്ന് ഗസ് ചെയ്യാമോ? എന്തെങ്കിലും എക്സാമ്പിൾ പറയാമോ? കോർഡിനേഷൻ എല്ലാതും പാടെ കൂടിയതാണ്. ഒരുമിച്ച് കൊണ്ടുപോകുന്നു. യെസ്, അതെ. കോർഡിനേഷൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ശരീരത്തിന് പല പാർട്സുകൾ ഉണ്ട് അല്ലെ. ആ പല പാർട്സുകളും ഒരുമിച്ച് ഒരേ സമയം പ്രവർത്തിപ്പിക്കാനുള്ള കഴിവാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഒരുമിച്ച് ഒരേ സമയം പ്രവർത്തിപ്പിക്കാനുള്ള കഴിവിനെ കോർഡിനേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണ്, കൈ, കാലുകള്, തലച്ചോറ് എന്നിവ ഒരുമിച്ച് ശരിയായി പ്രവർത്തിപ്പിച്ച് ചലനങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള കഴിവ്. അപ്പൊ ഞാൻ കണ്ണ് പറഞ്ഞു അല്ലെ, അതൊരു ബോഡി പാർട്ടാണ്. കൈ പറഞ്ഞു ഒരു ബോഡി പാർട്ടാണ്. കാല് പറഞ്ഞു ബോഡി പാർട്ടാണ് അല്ലെ. ബ്രെയിൻ ബോഡി പാർട്ടാണ്. ഇത് നാലും ഒരേ സമയം പ്രവർത്തിപ്പിക്കുകയും അതിലൂടെ മൂവ്മെന്റ് സാധ്യമാകുകയും ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഡാൻസിങ്. ഡാൻസ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്? കൈയും കാലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പാട്ട് കേട്ടിട്ടാണ് ഡാൻസ് കളിക്കുന്നത്, ചെവിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. ബ്രെയിൻ, തലച്ചോറ് വർക്ക് ചെയ്യുന്നുണ്ട്, കാലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ശരീരത്തിന്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? തുല്യമായിട്ട് ഒരേ സമയം ഈക്വൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയാണ് എന്ത്? കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സൈക്കിൾ ചവിട്ടുന്നത് അല്ലെ, കാണുന്നുണ്ട് അല്ലെ, സ്ഥലം കാണുന്നത് അല്ലെ. നമ്മൾ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുപോകുന്നതിലൂടെ അല്ലെ എങ്ങോട്ടാണ് നമുക്ക് വഴി എന്ന് മനസ്സിലാവേണ്ടത്. അപ്പൊ നമ്മൾ കണ്ണ് കാണുന്നുണ്ട് സൈക്കിൾ ഓട്ടുന്ന സമയത്ത്. നമ്മുടെ കൈ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, ബെല്ലടിക്കാനൊക്കെ കൈ ഉപയോഗിക്കുന്നില്ലേ? കാലും കൊണ്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുവാണ് അല്ലെ. അപ്പോ ഓരോ പാർട്ടുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് കോർഡിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. നിങ്ങൾ റീഡ് ചെയ്യൂ.
സ്ട്രെച്ചിങ് വരെ റീഡ് ചെയ്തോളൂ കേട്ടോ. മാം അത് താഴേക്ക് ഇതാക്കുമോ? എനിക്ക് ടെസ്റ്റ് ഇല്ല, ഞാൻ ഇപ്പോൾ സ്ക്രീൻ നോക്കിയിട്ടാണ് വായിക്കുന്നത്. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്, അത് ആദ്യം തൊട്ടേ വെച്ചില്ല. എവിടെ വരെയാ വേണ്ടത്? എവിടെ വരെയാ വായിച്ചു കഴിഞ്ഞത്? വായിച്ചില്ല, അത് ഞാൻ പറഞ്ഞില്ല ആദ്യം തൊട്ട്. ഞാനിപ്പോ വായിക്കാൻ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് തുടങ്ങിയ. ഇവിടെ ഒന്ന് താഴേക്ക് വായിച്ചില്ല. സ്ക്രോൾ ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, മാം നമ്മളിത് ഇപ്പൊ എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ ഇത് ബ്രീഫായിട്ട് പഠിക്കണോ അതോ കഴിഞ്ഞ പ്രാവശ്യം ഒരു മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വൺ വേർഡ് ഓപ്ഷൻസ് തന്നിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ അങ്ങനെയാണോ എക്സാമിന് വരുന്നത്? അതെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത്. ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് വരുന്ന ഏതായിരിക്കും മാം? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതോ? അത് പറഞ്ഞു പോകും, ചില മിസ്സുമാര് പറയും എടുക്കും ഇമ്പോർട്ടന്റ് ഏരിയ ഇതാണ്. പിന്നെ അപ്പൊ അല്ല ആണ് ഇതിനകത്ത് നമ്മൾ ഇപ്പത്തെ ചാപ്റ്ററിനകത്തോ ചാപ്റ്ററിന്റെ അകത്തോ ഇപ്പൊ മാം പഠിപ്പിച്ച ഇതില്ലേ സ്പീഡ് സ്ട്രെങ്ത് അതൊക്കെ അതൊക്കെ ഇമ്പോർട്ടന്റ് തന്നെയാ.
ഇതെല്ലാം ചോദിക്കാം ഏതൊക്കെയാണ്. അതിനകത്തുനിന്നാണ് 1 വേർഡ് വരുന്നത്. അത് നമ്മുടെ ചാപ്റ്ററുമായിട്ട് ഏത് കാര്യം വേണമെങ്കിലും 1 വേർഡ് ആയിട്ട് ചോദിക്കാം. ഓക്കെ. ചാപ്റ്റർ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. ഒരാളൊന്ന് റീഡ് ചെയ്തേ. ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. കോസ്മെറ്റിക് ഫിറ്റ്നസ് റീഡ് ചെയ്യുക കേട്ടോ. കോസ്മെറ്റിക് ഫിറ്റ്നസ്. Types of physical fitness. Physical fitness can be categorized into 3. They are health-related physical fitness, skill-related physical fitness, cosmetic fitness. താഴേക്ക് വായിക്കണോ? വായിച്ചു. Health-related physical fitness. It is the power of capacity to live a full and efficient life that one is capable of being. Skill-related physical fitness. This consists of those contents of physical fitness that have a relationship with enhanced performance in sports and motor skills. The elements are commonly defined as speed, agility, and coordination. Cosmetic fitness. The term refers to the capacity to create beautiful physical fitness parameters. ഓക്കെ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഹസീന? ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. പല വിധത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്സുകൾ. അതിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3. 3 തരത്തിലാണ് അതിനെ വിഭജിച്ചിട്ടുള്ളത്. ദേ ആർ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അതിൽ ഒന്ന് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് വെച്ചാൽ കഴിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് വെച്ചാൽ സൗന്ദര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഥവാ ശരീരത്തിന്റെ ഭംഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിറ്റ്നസ് ആണ്. Health related physical fitness. It is the power or capacity to live a full and efficient life that one is capable of being. എന്ന് വെച്ചാല് നമുക്ക് അത് ജീവിക്കാനുള്ള ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു പവർ നമ്മളെ ശരീരത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ്. ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു ഹെൽത്ത് ശരീരം ആ ഫിറ്റ്നസ് ഉണ്ടാവുക എന്നുള്ളതാണ്. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. This consists of those contents of physical fitness that have a relationship with enhanced performance in sport and motor. അത് സാധാരണയായിട്ട് സ്പോർട്സ് അതുപോലെ ഓരോ കഴിവുകളുള്ള ആൾക്കാരിലാണ് കൂടുതൽ ആ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവുക. അത് അങ്ങനെ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളവർക്ക് സ്പീഡും അജിലിറ്റി കോർഡിനേഷനും ഒക്കെ ഉണ്ടാവും. കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത് the term refers to the capacity to create beautiful physical fitness parameters. കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിന്റെ ഭംഗി ആണ്. ഫിറ്റ്നസ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ശരീരം എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഫിസിക്കൽ ഫിറ്റ്നസിനെ നമുക്ക് 3 തരംതിരിക്കാം. ഒന്ന് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്, 2 സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, ആൻഡ് ഫൈനലി കോസ്മെറ്റിക് ഫിറ്റ്നസ്. അപ്പൊ എന്താണ് ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്? അതിന്റെ ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ട്, HRPF എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് നല്ല രീതിയിൽ ഇറ്റ് ഈസ് ദ പവർ ഓർ കപ്പാസിറ്റി ടു ലിവ് എ ഫുൾ ആൻഡ് എഫിഷ്യന്റ് ലൈഫ് ദാറ്റ് വൺ ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ്. അതായത് ആരോഗ്യകരമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ജീവിതം നമ്മളെ എന്താ പറയാ നയിക്കാനായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, നമുക്ക് ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് നല്ലൊരു ജീവിതമാണോ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്, ഇത്രയും കമ്പോണന്റുകളെയാണ് അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കമ്പോണന്റുകൾ എന്ത് പറയാം? ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിന് പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ വേണം. അതിൽ ആദ്യത്തെ ഒന്നെന്ന് പറയുന്നത് ബോഡി കമ്പോസിഷൻ ആണ്, ശരീരത്തിന്റെ ഘടന. അല്ലെ, നമുക്ക് ശരീരത്തിന് നല്ലൊരു ഘടന ഉണ്ടായിരിക്കണം അല്ലെ.
നമ്മുടെ ശരീരം, അതായത് നമുക്ക് ഡിസബിലിറ്റീസ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. വേണ്ടേ? വേണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ബോഡി കമ്പോസിഷൻ വേണ്ടേ? എന്നാലാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുക, അല്ലെ? അതുപോലെ തന്നെ കാർഡിയോ വസ്കുലാർ ഫിറ്റ്നസ്, അല്ലെ? നമ്മുടെ ഹൃദയാരോഗ്യം വേണം, അല്ലെ? നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യം പ്രധാനപ്പെട്ടതല്ലേ? അതുപോലെ തന്നെ ലങ്സിന്റെ ആരോഗ്യം, അല്ലെ? നമ്മുടെ ശ്വാസകോശം, നമ്മുടെ ഹൃദയം, ഇതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഓക്കെ. ദെൻ മസ്കുലാർ സ്ട്രെങ്ത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പേശികൾക്ക് ശക്തി ഉണ്ടാകണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടത്. ഇനിയുണ്ട്, ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ബോഡി കമ്പോസിഷൻ വേണം, അതുപോലെ കാർഡിയോ വസ്കുലർ ഫിറ്റ്നസ് വേണം, പിന്നെ മസിൽ സ്ട്രെങ്ത് വേണം, ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. ഓക്കെ ആണോ? ഇനി ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ആകും. നിങ്ങൾക്ക് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും മിസ് എടുത്തിട്ടുണ്ടോ? ഇല്ല. എടുത്തിട്ടില്ല അല്ലെ? അപ്പൊ ഞാൻ എടുക്കാതെ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം ആ ചാപ്റ്റർ എടുക്കാം. 3ാമത്തെ ചാപ്റ്റർ കേട്ടോ. അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. നോട്ട് ചെയ്യുന്നുണ്ടോ? മാം, ഈ ഹെൽത്ത് ഫിറ്റ്നസിനകത്തെ ഫ്ലെക്സിബിലിറ്റി, കാർഡിയാക് അതൊന്ന് പറഞ്ഞാവോ? ആ, ബോഡി കമ്പോസിഷൻ, കാർഡിയോവസ്കുലർ ഫിറ്റ്നസ്, മസിൽ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി. ബോഡി കമ്പോസിഷൻ, കാർഡിയോവസ്കുലർ ഫിറ്റ്നസ്. കാർഡിയോവസ്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയ ശ്വാസകോശ ക്ഷമത എന്ന് പറയാം. അതായത് നമ്മുടെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും കപ്പാസിറ്റി. ഓക്കെ. മസ്കുലർ സ്ട്രെങ്ത് ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് HRPF വരുന്നത് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്തോളൂ. Good afternoon, Ashwati Miss and my dear friends. Today we discuss the topic of content of physical fitness and type of physical fitness. Ashwati Miss teaches very well about the topic. I believe that everyone has understood it, and also everyone should prepare the work number wheel and the picture wheel to the next class. If any doubt about the topic, then we can discuss it in our WhatsApp group. So thank you once again, ma'am, to spend your precious time to teach for us, and thank you guys with your cooperation in this class. Thank you. Okay, thank you. Bye. Thank you. Thank you. Thank you.